ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവുക. ചാപ്റ്ററിൻ്റെ പേരാണ് അസിസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലി ടു പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത്. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഇൻഡിവിജ്വൽസിനെയെല്ലാം സഹായിക്കാനും അതേപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിനെ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് നിർത്താനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ എന്താണ് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ട് എബൌട്ട് എ പേഴ്സൺസ് ഹെൽത്ത്. എങ്ങനെ? ത്രൂ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, അങ്ങനെ സ്റ്റെത്ത് കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ത്രൂ ഇൻവെസ്റ്റിഗേഷൻസ്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ട്, യൂറിൻ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ട്. ദ അസസ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ഇൻക്ലൂഡ് ആരൊക്കെയാണ് വീട്ടിലുള്ളത്? അഡൽട്ട് ഉണ്ട്, വുമൺ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്, അങ്ങനെ അഡോളസെൻ്റ് കാറ്റഗറി ഉണ്ട്, അണ്ടർ 5 ചിൽഡ്രൻ ഉണ്ട്. സോ ഫാമിലി അസസ്മെൻ്റ് എന്ന് പറയുന്ന ആ ഫാമിലിയിലുള്ള എല്ലാ വ്യക്തികളെയും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ്, സെക്സ്, എല്ലാവർക്കും നമ്മൾ അവരുടേതായ ബേസിസിലുള്ള കെയർ കൊടുക്കുന്നതിനാണ് ഫാമിലി അസസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അതൊരു ഡെഫിനിഷനുണ്ട്. അക്കോർഡിംഗ് ടു ഫാമിലി അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് which under the scope of nursing practice fulfill the health care need of the patient and their family. അതായത് അതൊരു നേഴ്സിംഗ് പ്രാക്ടീസാണ്. നമ്മൾ നേഴ്സുമാർ ചെയ്യുന്ന നമ്മുടേതായ ഒരു പ്രാക്ടീസാണ്. അവിടെ ഇൻഡിവിജ്വൽസിനെയും അവരുടെ ഉള്ള ഫാമിലി മെമ്പേഴ്സിനെയും അവരുടെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുക ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് അസസ്മെൻ്റാണ് വരുന്നത്. അപ്പം ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ 4th സെമ്മിലായിരുന്ന സമയത്ത് മെഡിക്കൽ സർജിക്കൽ പഠിക്കും അല്ലേ. 5th സെമ്മിൽ വരുമ്പോഴോ ചൈൽഡ് ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ട്. സോ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഒരു 5 വയസ്സിന് താഴെയുള്ള അണ്ടർ 5 കണ്ടു. നമ്മൾ എന്തെന്ന് ചോദിക്കും? ബർത്ത് ഹിസ്റ്ററി ചോദിക്കും. ദെൻ ഇമ്മ്യൂണൈസേഷൻ എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ദെൻ ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ് നോക്കും. അതായത് ഹൈറ്റ്, വെയ്റ്റ്, ഹെഡ് ആം സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ് ഒക്കെ. മെയിൻലി ആ ഒരു ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ദെൻ പീഡിയാട്രിക് പെയിൻ മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് പെയിൻ മാനേജ് ചെയ്യുന്നത്, ഡിസ്ട്രാക്ഷൻസെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഗ്രൂപ്പ് പ്ലേ ആക്ടിവിറ്റീസിനെ കുറിച്ച്. ദെൻ ഇതാണ് വരുന്നത്. ഇനി മെഡിക്കൽ സർജിക്കൽ നഴ്സിങ്ങിനകത്ത് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, സർജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്. അതായത് ഓപ്പറേഷന് മുമ്പ് നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് BP, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, SpO2 നോക്കുന്നത്. പിന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുറിവുണ്ടോ, എത്ര നാളായിട്ടാണ് മുറിവുള്ളത് എന്നെല്ലാം നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. കൂടാതെ നമുക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട്. പിന്നെ അതായത് സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തുക. അടുത്ത കാർഡിയോവാസ്കുലർ സിസ്റ്റം വരുമ്പോഴും അവിടെ നമ്മൾ സ്റ്റെത്ത് കൊണ്ടുള്ള, റെസ്പിറേറ്ററി വരുമ്പോഴും ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. മെയിൻലി ഇവിടെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ റെസ്പിറേറ്ററി വരുമ്പോഴത്തേക്ക് അവിടുത്തെ ബ്രെത്ത് സൗണ്ട് ഏതാണ്, പല സൗണ്ടുണ്ട്, ക്രാക്കിളും വീസിങ്ങും ഒക്കെ, അത് നോക്കുക. ഓക്സിജൻ്റെ സാച്ചുറേഷൻ നോക്കുക, ബ്രീത്തിങ് റേറ്റും നമ്മൾ നോക്കണം. ഇനി അടുത്തത് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. അതൊരു 4th ഇയർ വരുമ്പോഴത്തേക്കും വരുന്ന സബ്ജക്റ്റ്. അത് വരുന്നതാണ് ആൻറ്റിപാർട്ടം അസസ്മെൻറ്റ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിന് അതേപോലെ തന്നെ അവരുടെ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റേഴ്സിനും ഉണ്ടാവുന്നതാണ്. ദെൻ ഇൻട്രാപാർട്ടം അസസ്മെൻ്റ് എന്ന് പറയുന്നത് ലേബറിൻ്റെ സമയത്ത് നമ്മൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ ഒരു സ്റ്റേറ്റ് മൊത്തം അസസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് പ്രസവിച്ചതിന് ശേഷം കുട്ടിയിലുണ്ടാവുന്ന ചേഞ്ചസ്, നമ്മൾ അബ്ഗാർ സ്കോർ നോക്കുന്നുണ്ട്, ബർത്ത് ഹിസ്റ്ററി നോക്കുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടോ, കങ്കാരു മദർ കെയർ ഉണ്ടോ എന്നൊക്കെ. ഇനി ഈ അസസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനാണ് ഈ അസസ്മെൻ്റൊക്കെ ചെയ്യുന്നത്? കാരണം ആ ഓരോ ഇൻഡിവിജ്വൽസിനെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനും പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലെ കുറച്ചും കൂടി അസസ് ചെയ്ത് ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും ആ ക്ലയൻസിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോബ്ലംസാണ് അവരുടെ എൻവയൺമെൻറ്റിൽ അവർ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഡെമോഗ്രഫിക് ഡേറ്റ എന്ന് വരുന്ന നെയിം, ഏജ്, സെക്സ്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, മന്ത്ലി ഇൻകം, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററിക്കകത്ത് പറയുന്നതാണ് നമ്മൾ അവരുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി നോക്കും, അവരുടെ അവരുടെ സ്ലീപ്പ് പാറ്റേൺ, ബൗൽ ആൻഡ് ബ്ലാഡർ മൂവ്മെൻറ്റ്. ഇപ്പം ഫീമെയിൽസ് ആണെങ്കിൽ
നമ്മൾ പിന്നെ ഈ ഒബ്സ്ട്രിക്കൽ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ മെൻസ്ട്രൽ ഹിസ്റ്ററി ഒക്കെ നോക്കണം കേട്ടോ. മെനോപോസ്, ദെൻ എത്ര ചിൽഡ്രൻസ് ഉണ്ട്, അബോഷൻസ് എന്തെങ്കിലും ആയിട്ടുണ്ടോ, സ്റ്റിൽ ബർത്ത് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതാ വരുന്നത്. അടുത്തയാണ് ഹെൽത്ത് ഹിസ്റ്ററി. ഹെൽത്ത് ഹിസ്റ്ററിക്കകത്ത് വരുന്നത് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റ ഉണ്ട്, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ന്യൂട്രീഷൻ, പ്രീവിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, സർജിക്കൽ ഹിസ്റ്ററി, ദെൻ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അടുത്തതാണ് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ എന്ത് തരം ഫാമിലിയാണ്, ന്യൂക്ലിയർ ആണോ, ജോയിൻ്റ് ആയിട്ടുള്ള ഫാമിലി ആണോ, എല്ലാവരും പരസ്പരം സപ്പോർട്ടീവ് ആണോ, ഫാമിലിയിലെ ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ എന്താണ്, ഓക്യുപ്പേഷൻ എന്താണ്, ആൻഡ് അവരുടെ പരസ്പരമുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും നോക്കുന്നുണ്ട്. എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ ഓഫ് ഹൗസ് എന്ന് പറയുന്നത് ഹൗസിങ് കണ്ടീഷൻ എന്താണ്, എന്ത് ടൈപ്പ് ഹൗസാണ്, സോഴ്സ് ഓഫ് ലൈറ്റ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസും വരുന്നുണ്ട്. അടുത്തയാണ് എക്കോ മാപ്പ് ഓഫ് ദ ഫാമിലി. അതായത് ആ ഫാമിലി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ്, ബാക്കിയുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുക. അടുത്തയാണ് ജീനോഗ്രാം ചാർട്ട്. അത് നമ്മുടെ ഒരു ഫാമിലി ചാർട്ട് പോലെ ഏറ്റവും മുകളിൽ ആ ഫാമിലിയിലുള്ള ഏറ്റവും മുകളിലത്തെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അവരുടെ എല്ലാ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, ഇപ്പം ഓരോരുത്തരുടെയും പേര്, വയസ്സ്, അവർക്ക് എന്തെങ്കിലും ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതും. ഫാമിലി ട്രീ. ഫിസിക്കൽ എക്സാമിനേഷനകത്ത് നമ്മൾ ജനറൽ എക്സാമിനേഷനാണ് ചെയ്യുന്നത്. ഹെഡ് ടു ടോ എക്സാമിനേഷൻ ചെയ്യും. എല്ലാം ഓർഗൻ സിസ്റ്റം വൈസും ചെയ്യുന്നുണ്ട്. മീൻസ് സിസ്റ്റമിക്കിനകത്ത്. അപ്പം നമ്മളൊരു ജനറൽ എക്സാമിനേഷനകത്ത് മൊത്തത്തിലൊന്ന് നോക്കും. ഹെഡ് ടു ടോ എക്സാമിനേഷൻ, അതിൻ്റെ വൈറ്റൽ സയൻസ് നോക്കും, ആന്ത്രോപോമെട്രിക് മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇനി സിസ്റ്റമിക് എക്സാമിനേഷൻ വരുമ്പോൾ ഓരോ സിസ്റ്റം വൈസ്, അപ്പോൾ കാർഡിയോവാസ്കുലാർ, റെസ്പിറേറ്ററി, ജനേറ്റോ യൂറിനറി, അങ്ങനെ ഒരു സിസ്റ്റം വൈസ് നോക്കാം. ദെൻ പിന്നെ ഉണ്ട് നെർവസ്, കാർഡിയാക്ക്, റെസ്പിറേറ്ററി, ജനേറ്റോ യൂറിനറി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, ജനൈറ്റൽ സിസ്റ്റം ഉണ്ട്. ദെൻ ഫാമിലി കെയർ പ്ലാൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ പ്രയോറിറ്റി നീഡ് അനുസരിച്ച് ഫാമിലിയുടെ ഓരോ ഇൻഡിവിജ്വൽസിനും എന്തൊക്കെ കെയറാണ് വേണ്ടുന്നത് ഫാമിലി കെയർ പ്ലാൻ ചെയ്യും. ഇനി അസസ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, വുമൺ, അഡോളസൻ ആൻഡ് എൽഡർലി. അപ്പം മെയിനായിട്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. സ്റ്റെപ്സ് ഓഫ് ഹിസ്റ്ററി കളക്ഷനകത്ത് വരുന്നതാണ്. അപ്പം പേഷ്യൻ്റ് ഒരു സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റ എഴുതുന്നുണ്ട്. പിന്നെ അവരുടെ ചീഫ് കംപ്ലയിൻസ്, പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് സർജിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി, സർജറി നോക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അവരുടെ എൻവയൺമെൻറ്റൽ ഹിസ്റ്ററി എന്താണ്, പേഴ്സണൽ ഹിസ്റ്ററി എന്താണ്, സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ വീനിങ് ഹിസ്റ്ററി നോക്കും. ഫീഡിങ് ആൻഡ് ഡയറ്ററി ഹിസ്റ്ററി നോക്കുന്നുണ്ട്. ചീഫ് കംപ്ലയിൻസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആദ്യം വന്ന കാര്യം ആദ്യം ചോദിക്കാം. അങ്ങനെ ഫസ്റ്റ് കംസ് ഫസ്റ്റ്. പ്രസൻറ്റ് ഹിസ്റ്ററിയിൽ ഇപ്പം എത്ര നാളായിട്ടാണ് പ്രസൻറ്റിൽ ഇപ്പം എന്ത് പ്രശ്നമാണുള്ളത്, എത്ര നാളായിട്ട് ആ പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കോഴ്സൊക്കെ നോക്കുക. ഇനി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, മുമ്പ് ഈ അസുഖമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖമോ ആൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ മുമ്പ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടോ, എത്ര നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എന്ത് മെഡിസിനാണ് അവർ കഴിച്ചത്, അത്. പിന്നെ സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റയ്ക്കകത്താണ് നെയിം, ഏജ്, സെക്സ്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ വരുന്നത്. സോഷ്യോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ സോഷ്യോ എക്കണോമിക് നമ്മൾ ലാസ്റ്റ് എഴുതും. ഇത് മന്ത്ലി ഇൻകം. പിന്നെ ഫാമിലി ഹിസ്റ്ററി നോക്കുക. എത്ര നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സാണുള്ളത്, അവരുടെ പേര്, അവരുടെ ഏജ്, സെക്സ്, ദെൻ മീൻസ് മെയിലാണോ ഫീമെയിലാണോ നമ്മൾ നോക്കും. ദെൻ അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷണൽ സ്റ്റാറ്റസ് ആൻഡ് ഹെൽത്ത് ഹിസ്റ്ററി നോക്കുക ചെയ്യുന്നത്. ഇനി ഇത്രയാണ് പൊതുവെയുള്ളൊരു ഹിസ്റ്ററി ടേക്കിങ്ങിനകത്ത് വരുന്നത്. ഇനി ഞാൻ കുട്ടികളെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ അസസ്മെൻ്റ് ഉണ്ട്, ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ്, സൈക്കോ സോഷ്യൽ അസസ്മെൻറ്റ്, ന്യൂട്രീഷണൽ, കൾച്ചറൽ, ഫാമിലിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാക്ട്ലി അത് തന്നെയാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ, പെയിൻ മാനേജ്മെൻ്റ് ഉണ്ടോ, മെഡിക്കേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടോ, ദെൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടോ, ഡയറ്ററി ഹിസ്റ്ററി എങ്ങനെയാണ്, ബ്രസ്റ്റ് ഫീഡിങ് എടുക്കുന്ന ആളാണ്, വീനിങ് ഉണ്ടോ എന്നെല്ലാം നോക്കുക.
ഓൾറെഡി നേരത്തെ പറഞ്ഞത് തന്നെ ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ എഴുതാം. സോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഇൻട്രഡക്ഷൻ, എന്താണ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് പറഞ്ഞു, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് എന്താണ്, മെഡിക്കൽ ഹെൽത്ത് നഴ്സിംഗ്, ഒബ്സ്ട്രിക്കൽ ഹിസ്റ്ററി, അസസ്മെൻറ്റിന് ഒബ്ജക്റ്റീവ്, ഹിസ്റ്ററി കളക്ഷൻ എങ്ങനെ ചെയ്യുന്നു, അസസ്മെൻറ്റ് ഓഫ് ചിൽഡ്രനുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.